ഹായ് ഫ്രണ്ട്സ്, കോവിഡ് സമ്മാനിച്ച ഊഷരതകളെ ഉണർവിൻ്റെ ഉത്സവമാക്കി മാറ്റുകയാണ് ഇശാഅത്ത് പബ്ലിക് സ്കൂൾ. എന്താണ് കലയും സാഹിത്യവും? എന്താണ് പാട്ടും പ്രസംഗവും? എന്താണ് കഥയും കവിതയും? കേവലം ആസ്വാദനങ്ങൾ എന്നതിനപ്പുറം മനുഷ്യൻ്റെ ജൈവികമായ ഒരു വാസനയാണത്. ഒരു കാട് ഹരിതാഭമാകുന്നത്, ഒരു പൂ വിടർന്നു വരുന്നത്, ഒരു മരം പൂത്ത് തളിർക്കുന്നത്, ഒരു കുയില് പാടുന്നത്, അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, പ്രകൃതിയിൽ പരിണാമങ്ങൾ സംഭവിക്കുന്നത്, എല്ലാത്തിലും ഒരു കലയുണ്ട്. മത്സരങ്ങളുടെ തീക്ഷ്ണമായ ഇടവഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും നാം വിജയിക്കണമെങ്കിൽ മറ്റു ചിലർ പരാജയപ്പെടണം എന്ന് വിചാരിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. കുറേ ആളുകൾ തോൽക്കുമ്പോഴാണ് മറ്റൊരാൾ ജയിക്കുന്നത് എന്ന് പറയുന്നുണ്ട് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. അറിവാണ് ഏറ്റവും വലിയ കലാബോധം. അറിവില്ലാത്തവന് തിരിച്ചറിവുണ്ടാവില്ല. തിരിച്ചറിവില്ലാത്ത ഒരു സമൂഹത്തിൽ അനീതിയും അക്രമങ്ങളും ഉണ്ടാകും. സമൂഹത്തിൻ്റെ അരുതായ്മകൾക്കെതിരെ നെഞ്ചുവിരിച്ച് സമര പോരാട്ടങ്ങളിലേക്ക് വരാൻ നമ്മുടെ വിദ്യാർത്ഥിത്വം കൂടുതൽ സർഗാത്മകമാകേണ്ടതുണ്ട്. നല്ല പ്രഭാഷകരും എഴുത്തുകാരും ഉയർന്നു വരേണ്ടതുണ്ട്. നമ്മുടെ പേനയും നമ്മുടെ നാക്കും കൂടുതൽ ചലനാത്മകമാകേണ്ടതുണ്ട്. ഇശാഅത്ത് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ കലാസാഹിത്യ മത്സരങ്ങൾ ഫെസ്റ്റിവിസ്റ്റ 2020 ഇവിടെ ആരംഭിക്കുകയാണ്. പാടിയും പറഞ്ഞും എഴുതിയും വരച്ചും പുതിയ ചിന്തകളിലൂടെ സമൂഹത്തെ വഴി നടത്തിയും സ്വയം വഴി നടന്നും ഫെസ്റ്റിവിസ്റ്റ മിഴി തുറക്കുന്നു. ബഹുമാന്യനായ സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ ഫെസ്റ്റിവിസ്റ്റ 2020 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ആദരബഹുമാനപൂർവം സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, നമ്മുടെ രാജ്യം മറ്റ് മേഖലകളിലെന്ന പോലെ സാംസ്കാരിക മേഖലയും വലിയ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു കാലഘട്ടത്തിൽ നാം ഒരുപാട് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കലാകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും ആദരിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ അതിന് വിരുദ്ധമായ നിലപാടുകൾ കാണുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിന് കരുത്ത് പകരണം എന്നാഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങളാകെ ഉത്കണ്ഠപ്പെടുകയാണ്. ആ കാലത്താണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ CBSE സ്കൂളുകളിലൊന്നായ പൂനൂർ ഇശാഅത്ത് പബ്ലിക് സ്കൂൾ ഈ കോവിഡ് കാലത്ത് വളരെ വിപുലമായ തോതിൽ കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഇത്തരം വിപുലമായ രൂപത്തിലുള്ള കലോത്സവങ്ങൾ നമ്മുടെ സാംസ്കാരിക മുന്നേറ്റത്തെ ശക്തിപ്പെടുത്തും എന്നാണ് ഞാൻ കരുതുന്നത്. കോവിഡ് കാലത്ത് തന്നെ ആസ്വാദനങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട്. മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാലത്ത് ഫെസ്റ്റിവിസ്റ്റ എന്ന പേരിൽ സംഘടിപ്പിച്ച വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ ഓൺലൈൻ കലോത്സവങ്ങൾ ഓൺലൈനിൽ കൂടെ തന്നെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഈ വിപുലവും മനോഹരവുമായ പ്രോഗ്രാം
ആവിഷ്കരിച്ച സ്ഥാപനത്തിൻ്റെ മേധാവികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവരെയെല്ലാം അഭിനന്ദിക്കുകയും സാംസ്കാരിക കേരളത്തിൻ്റെ ഉദാത്ത മാതൃകയായി ഈ കലോത്സവങ്ങൾ മാറുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ ഈ കലോത്സവം അത്തരമൊരു സംരക്ഷണത്തിൻ്റെ മുദ്രാവാക്യം കൂടിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, രാജ്യത്ത് സാംസ്കാരിക പ്രവർത്തനം വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിധേയപ്പെടാത്ത സാംസ്കാരിക പ്രവർത്തകരെയും എഴുത്തുകാരെയും ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടു വരുന്നു. എഴുത്തിൻ്റെ തൂലികക്ക് വെടിയുതിർത്തുകൊണ്ടാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗൗരി ലങ്കേഷ് ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ട വാർത്ത രാജ്യം ഞെട്ടലോടെയാണ് കേട്ടത്. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ കലാകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും ശത്രുക്കളായി കാണുന്ന സമീപനം ഉണ്ടായിക്കൂടാ. എല്ലാ കലയും എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ അധിക്ഷേപിക്കരുത്, അകറ്റി നിർത്തരുത്. അതൊരു ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാതരം കലകളുടെയും വൈവിധ്യവും സമന്വയവുമാണ്. മാപ്പിളപ്പാട്ട് ആസ്വദിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ. ക്ഷേത്രകലകൾ ആസ്വദിക്കുന്നത് ഹൈന്ദവർ മാത്രമാണോ? അപ്പോൾ കല എന്നുള്ളത് സ്നേഹമാണ്, കല സാഹോദര്യമാണ്, കലകൾ എല്ലാവരുടേതുമാണ്. ഒരു പാട്ടുകാരന്, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരന്, അതല്ലെങ്കിൽ കാർട്ടൂണിസ്റ്റിന്, ചിത്രകാരന് നമ്മുടെ സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. ആസ്വാദനങ്ങൾ കുറയുകയും മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുകയും ചെയ്ത ഈ കൊറോണ കാലത്ത് വിദ്യാർത്ഥികളിൽ അന്തർലീനമായി കിടക്കുന്ന നൈസർഗികമായ സിദ്ധികളെ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പൂനൂർ ഇഷാത്ത് പബ്ലിക് സ്കൂൾ സംഘടിപ്പിക്കുന്ന വിപുലമായ ഫെസ്റ്റിവിസ്റ്റ 2020 പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശീർവാദങ്ങളും നൽകുന്നു. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ഈ അവസരങ്ങൾ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഈ പ്രാവശ്യം നമ്മുടെ ആർട്സ് പ്രോഗ്രാം IAME വീടുകളിൽ വെച്ച് നടത്തുക എന്ന തീരുമാനത്തിലാണ് എത്തിയത്. പ്രത്യേക ഈ സാഹചര്യത്തിൽ അതല്ലാതെ വഴികളുമില്ല. എന്നാലും കുട്ടികൾക്ക് കഴിയുന്നത്ര സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാം നടത്തുകയാണ്. അത് വിജയിപ്പിച്ചെടുക്കാൻ ആവശ്യമായ ശ്രദ്ധയും അതിനാവശ്യമായ ഉന്മേഷവും ആവേശവും ഒക്കെ കുട്ടികൾ കാണിക്കണം. നന്നായി പരിപാടിയിൽ പങ്കെടുക്കുകയും പ്രോഗ്രാം നന്നായി അവതരിപ്പിക്കുകയും ചെയ്യണം. അതിനൊക്കെ നമുക്ക് കഴിയുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.